ദാരിദ്ര്യം കാരണം ചെങ്കച്ചുള്ളയിൽ ജോലിക്ക് വന്ന 17കാരൻ. അവൻ ജോലിക്കിടയിൽ മൂത്രമൊഴിക്കാനായിട്ട് അവിടുത്തെ ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ ചെവി പൊത്തിപ്പോയി. എന്താണ് അവൻ അവിടെ കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. തമിഴ്നാട്ടിലെ വിരുദ്ധനഗറിലെ രാജപാളയത്താണ് കാർത്തിക് താമസിച്ചിരുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഡ്രൈവറാണ് ഈ കാർത്തിക്. കാർത്തിക് വിവാഹം കഴിച്ചത് അതേ നാട്ടിലെ മഹാലക്ഷ്മി എന്ന ഒരു പെൺകുട്ടിയെയാണ്. കാർത്തികിൻ്റെ അച്ഛനും അമ്മയും മൂത്ത മകൻ്റെ കൂടെ താമസിച്ചിരുന്നതിനാൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വാടക വീടെടുത്താണ് കാർത്തിക്കും മഹാലക്ഷ്മിയും അവരുടെ ജീവിതം തുടങ്ങിയത്. മഹാലക്ഷ്മി കുട്ടിക്കാലത്തെ പഠിത്തത്തിൽ മോശമായതുകൊണ്ട് സ്കൂളിൽ പോകാതെ കൂലിപ്പണിക്ക് പോകുമായിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷവും വീട്ടിലിരുന്ന് ഭർത്താവിനെ മാത്രം കഷ്ടപ്പെടാൻ വിടാതെ അവൾ അടുത്തുള്ള ഒരു ചെങ്കച്ചുള്ളയിൽ ജോലിക്ക് പോയിരുന്നു. രണ്ടുപേരും കഷ്ടപ്പെട്ട് ജോലിയെടുക്കാൻ തുടങ്ങിയതോടെ ഇവരുടെ ജീവിതം ഒരുവിധം പച്ച പിടിക്കാൻ തുടങ്ങി. അടുത്തടുത്ത വർഷങ്ങളിൽ തന്നെ ഇവർക്ക് 2 ആൺകുട്ടികളും ജനിച്ചു. കുട്ടികളുണ്ടായതോടെ മഹാലക്ഷ്മി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിപ്പായി. കുട്ടികളൊന്ന് വലുതായ ശേഷം പഴയ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു മഹാലക്ഷ്മി തീരുമാനിച്ചത്. കാർത്തികിനും അതേ അഭിപ്രായമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. കുട്ടികൾ ഏകദേശം വളർന്ന് വലുതായി. അവർ രണ്ടുപേരും സ്കൂളിൽ പോകാൻ തുടങ്ങി. കുട്ടികളെ സ്കൂൾ ബസ്സിൽ പറഞ്ഞു വിട്ട് വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കിയ ശേഷം മഹാലക്ഷ്മി വീണ്ടും പഴയ ചെങ്കച്ചുള്ളയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പോകവേ 2023 ജൂലൈ 15 രാവിലെ പതിവ് പോലെ മഹാലക്ഷ്മി കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഭർത്താവിനോട് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ്. ഭാര്യ ജോലിക്ക് പോയതിൻ്റെ പിന്നാലെ വീടും പൂട്ടി കാർത്തിക്കും ജോലിക്ക് പോയി. അന്ന് വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ കാർത്തിക്കിൻ്റെ ഫോണിൽ ഒരു കോൾ വരികയാണ്. വിളിക്കുന്നത് കാർത്തിക്കിൻ്റെ മൂത്ത മകനാണ്. അമ്മ ഇതുവരെയും വീട്ടിൽ വന്നില്ല അച്ഛാ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, അച്ഛൻ പെട്ടെന്നൊന്ന് വീട്ടിൽ വാ എന്നാണ് കുട്ടി പറഞ്ഞത്. ഇത് കേട്ട് കാർത്തിക് വരാം മോനെ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്ത ശേഷം ആലോചിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും 4 മണിയാവുമ്പോൾ വീട്ടിൽ ഓടിപ്പാഞ്ഞെത്തുന്ന തൻ്റെ ഭാര്യ ഇത്രയും നേരമായിട്ടും എന്താണ് എത്താത്തത്? അയാൾ മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ കാർത്തിക് മഹാലക്ഷ്മിയുടെ അമ്മയെ വിളിച്ച് അന്വേഷിച്ചു. മഹാലക്ഷ്മി അവിടെ എങ്ങും ചെന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ചെങ്കച്ചുളയിലെ കൂടുതൽ ജോലി എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കുമോ അവൾ ലേറ്റ് ആകുന്നത് എന്നായി കാർത്തികിൻ്റെ ചിന്ത. കാർത്തിക് അധിക നേരം ആലോചിച്ച് നിൽക്കാതെ തന്നെ നേരെ മഹാലക്ഷ്മി ജോലി ചെയ്യുന്ന ആ ചെങ്കച്ചുള്ളയിലേക്ക് പോവുകയാണ്. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മഹാലക്ഷ്മി അന്ന് രാവിലെ ജോലിക്ക് വന്ന ശേഷം മൂത്ത മകന് സുഖമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ലീവ് എടുത്ത് അപ്പോൾ തന്നെ പോയി എന്നാണ്. ഇതോടെ മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് സേത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കാർത്തിക് പരാതിയുമായിട്ട് പോകുന്നു. അവിടെ ചെന്ന് പരാതി കൊടുത്ത് പോലീസ് ഡീറ്റെയിൽസൊക്കെ വാങ്ങി വച്ച ശേഷം ഞങ്ങൾ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞ് അയാളെ വിടുന്നു. അതേസമയം ആ സ്റ്റേഷനിൽ വെപ്രാളത്തോടെ ഒരു ദമ്പതികൾ ഓടിക്കയറി വരികയാണ്. അവർ പറഞ്ഞത് ഞങ്ങളുടെ 17 വയസ്സുള്ള മകൻ ചെങ്കച്ചുളയിൽ ജോലിക്ക് പോയിട്ട് കാണാനില്ല എന്നാണ്. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് തരണം സാർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനമ്മമാർ കരയാൻ തുടങ്ങി. പോലീസ് ആ കംപ്ലൈൻറ്റ് വാങ്ങിയ ശേഷം 2 പരാതികളും കൂടെ ഒത്തുവെച്ച് നോക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം പോലീസിന് മനസ്സിലായത്. ഈ 2 പരാതികളിലും ഒരേ സാമ്യതകളാണുള്ളത്. 2 പേരും ചെങ്കച്ചുളയിലാണ് ജോലി ചെയ്യുന്നത്. 2 പേരെയും കാണാനുമില്ല. ഇതൊരു കൺഫ്യൂസിങ് കേസായിരിക്കുമെന്ന് മനസ്സിലായ പോലീസ് പല ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങി. 2 പേരും തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ടോ? ആ തെറ്റായ ബന്ധത്തിൽ ഇവർ ഒളിച്ചോടിയതാകുമോ? ഇങ്ങനെയൊക്കെ പോലീസിന് സംശയങ്ങൾ ഉണ്ടായി. അതിൻ്റെ ബലത്തിൽ ഇവർ 2 പേരെ പറ്റിയും പോലീസ് ആ ചെങ്കച്ചുളയിൽ പോയി വിശദമായി അന്വേഷിക്കാൻ തുടങ്ങി. ആ അന്വേഷണത്തിൽ ഒരു പ്രധാന വിവരം പോലീസിന് ലഭിക്കുകയാണ്. അതായത് മഹാലക്ഷ്മിയും ഈ 17കാരനും തമ്മിൽ ഭയങ്കര അടുപ്പത്തിലായിരുന്നു. എപ്പോഴും ഇവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. മാറിയിരുന്ന് ഒരുപാട് നേരം ഇവർ സംസാരിക്കുന്നതും കാണാം എന്നാണ് അവിടുത്തെ ചില തൊഴിലാളികൾ പറഞ്ഞത്.
പോലീസിന് ഇവർ രണ്ടുപേരും എവിടെയോ മുങ്ങിയതാണെന്ന് വ്യക്തമായി. മഹാലക്ഷ്മിയുടെ ഫോണിൽ പോലീസ് പല തവണ വിളിച്ചു. പക്ഷെ അവളുടെ ഫോണ് സ്വിച്ച് ഓഫാണ്. അവളുടെ ഫോൺ ട്രാക്ക് ചെയ്യാനും പോലീസ് ശ്രമിച്ചു. അപ്പോഴാണ് അത് ഒരു സ്ഥലത്ത് അവസാനം ഓണായിട്ട് പിന്നീട് അവിടെ ഓഫായിരിക്കുന്നത്. അതായത് കന്യാകുമാരിയിലെ ഒരു ഏരിയയിലാണ് ലൊക്കേഷൻ കാണിച്ചത്. കന്യാകുമാരി സ്റ്റേഷനിലെ പോലീസിൻ്റെ സഹായത്തോടെ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അരമണിക്കൂറിനകം ഇവരവിടെ ഉണ്ടെന്ന് ആ സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഉടനെ സേത്തൂർ പോലീസ് അവിടെ എത്തി രണ്ടുപേരെയും സേത്തൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. മഹാലക്ഷ്മിയെ ചോദ്യം ചെയ്തതോടെയാണ് പല സത്യങ്ങളും പുറത്തു വന്നത്. സംഭവം ഇങ്ങനെയാണ്. മഹാലക്ഷ്മിക്ക് വിവാഹത്തിന് മുൻപേ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ ചില ആണുങ്ങളുമായിട്ടൊക്കെ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ കാർത്തിക്കുമായിട്ടുള്ള വിവാഹശേഷം നല്ലതായി ജീവിച്ച മഹാലക്ഷ്മി കുട്ടികളെ സ്കൂളിലൊക്കെ അയച്ച ശേഷം ജോലിക്ക് പോകുന്ന ആ സമയത്താണ് അവിടെ ജോലിക്ക് വന്ന ഈ 17-കാരനുമായി പരിചയപ്പെടുന്നത്. ആരംഭത്തിൽ നല്ലതായിട്ടാണ് ഇവർ സംസാരിച്ച് പരിചയപ്പെട്ടൊക്കെ ഇരുന്നത്. വീട്ടിലെ കഷ്ടപ്പാട് കാരണം നന്നായിട്ട് പഠിക്കുന്ന ഇവൻ പാതി വഴിയിൽ പഠിത്തം നിർത്തി ജോലിക്ക് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാലക്ഷ്മിക്ക് ഇവനോട് ഭയങ്കര സഹതാപവും അതിൽ കൂടിയുള്ള ഒരു സ്നേഹവുമൊക്കെ ആയിരുന്നു. അത് പിന്നീട് അവളിൽ തെറ്റായ ചില ചിന്തകൾ ഉണർത്തി. ആ 17-കാരനിൽ കാമം നിറഞ്ഞ കണ്ണുകൾ പതിപ്പിച്ച മഹാലക്ഷ്മി മനസ്സിലുള്ള ആ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞു. എന്നാൽ വിവരമില്ലായ്മ കൊണ്ടാണോ എന്തോ ഒന്നും ചിന്തിക്കാതെ അവൻ അതിന് വഴങ്ങുകയാണ്. ഇവൾ എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിക്കാൻ അവൻ തുടങ്ങി. മഹാലക്ഷ്മി അവനെ നന്നായിട്ട് അവളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അവധി ദിവസമൊക്കെ വരുമ്പോൾ രണ്ടുപേരും വീട്ടിൽ നിന്നും പുറത്തു പോയിട്ട് മുറിയെടുത്ത് ഒന്നിക്കാനും തുടങ്ങി. മഹാലക്ഷ്മി കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ കുട്ടികളുടെ കാര്യം ഒന്നും നോക്കാതെയൊക്കെ നിൽക്കുന്നത് കാർത്തിക് ശ്രദ്ധിച്ചതേയില്ല. കാരണം അയാൾ ജോലി തിരക്കിലാണ് എപ്പോഴും. 17-കാരനായ ആ പയ്യൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലായി മഹാലക്ഷ്മി. ഒരു ദിവസം ചെങ്കച്ചൂളയിൽ പണിയെടുക്കുന്നതിനിടെ മൂത്രമൊഴിക്കാനായിട്ട് അവൻ അവിടുത്തെ ആ ബാത്റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ബാത്റൂമിനകത്ത് ഇവനെ കാത്ത് മഹാലക്ഷ്മി അവിടെ നിൽക്കുന്നത്. അവൾ തൻ്റെ ഫോണിൽ പകർത്തിയ ചില ഇവർ തമ്മിലുള്ള വീഡിയോസൊക്കെ അവനെ കാണിക്കുകയാണ്. എന്നെ നീ എന്ന് വിട്ടിട്ട് പോകാൻ ശ്രമിക്കുന്നുവോ അന്ന് ഞാൻ ഈ വീഡിയോസ് എല്ലാം നിന്റെ അച്ഛനമ്മമാരെ കാണിക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. ഇതിൽ അവൻ ശരിക്കും പെട്ടു. മഹാലക്ഷ്മി ഇങ്ങനെ ചെയ്യുമെന്ന് ആ 17-കാരൻ ഒരിക്കലും ചിന്തിച്ചില്ല. മഹാലക്ഷ്മിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭയമുണ്ടായിരുന്നു ഇവൻ തന്നെ വിട്ടു പോകുമോ എന്നും. മഹാലക്ഷ്മിക്ക് നാളുകൾ പോകവേ ആ ഭയം കൂടി വന്നു. ഇവൻ 40 വയസ്സായ എന്നെ മടുത്ത് എന്നെ വിട്ടിവൻ മറ്റുള്ള ഏതെങ്കിലും ചെറിയ പെൺകുട്ടികളെ അന്വേഷിച്ച് പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. അത് പാടില്ല എന്ന് കരുതി മഹാലക്ഷ്മി ഒരു ദിവസം അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഒളിച്ചോടി എവിടെയെങ്കിലും പോയി സന്തോഷമായി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇങ്ങനെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം വീട്ടുകാരെ വിട്ടിട്ട് ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വിസമ്മതിച്ചെങ്കിലും ഒടുവിൽ അവളുടെ ക്ലാസ്സിൽ അവൻ വീണു. അവൻ അങ്ങനെ ഇവൾക്കൊപ്പം പോകാമെന്ന് സമ്മതിക്കുന്നു. അവൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ ഇവനെയും കൊണ്ട് ഇവിടുന്ന് പോകണം എന്ന് ചിന്തിച്ച് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇവൾ ആ പയ്യനെയും കൂട്ടി കന്യാകുമാരിയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഇവൾ ഫോൺ ഓഫ് ചെയ്തു. മഹാലക്ഷ്മി അവിടെ ഒരു വീട് സംഘടിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും വീടൊന്നും കിട്ടിയില്ല. വീട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഫോൺ ഓണാക്കി ചില പരിചയക്കാരെ വിളിച്ചതാണ് ഇവൾക്ക് പറ്റിയ ആകെയുള്ള ഒരു അബദ്ധം. ആ സമയത്താണ് പോലീസ് ഇവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തത്. ഈ വിവരങ്ങളെല്ലാം കേട്ട കാർത്തിക്കും ആ പയ്യൻ്റെ അച്ഛനമ്മമാരും ഞെട്ടിത്തരിച്ച് നിന്നുപോയി. 2 മക്കളെയും ഭർത്താവിനെയും കളഞ്ഞിട്ട് പ്രായപൂർത്തിയാകാത്ത പയ്യൻ്റെ കൂടെ പോയ മഹാലക്ഷ്മി ഇന്ന് പോക്സോ കേസിൽ അഴിക്കുള്ളിലാണ്. 17-കാരന് കൗൺസിലിംഗ് കൊടുത്ത് അവനെ വീട്ടുകാർക്കൊപ്പം പോലീസ് അയച്ചു. ഇതിൽ ഒരു സന്തോഷമുള്ളത് എന്തെന്നാൽ ഒരു കൊല നടന്നിട്ടില്ല എന്നതാണ്. ഇവൾ പോകുന്ന പോക്കിൽ ഭർത്താവിനെയോ മക്കളെയോ ഒന്നും ചെയ്യാൻ ഇവൾക്ക് തോന്നാത്തത് മഹാഭാഗ്യം. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.